സുന്നത്തിനെ ഫർള് പോലെ കാണണം. അത് നമുക്ക് എന്തുകൊണ്ട് കാണാൻ കഴിയുന്നില്ല? മഹാന്മാരെ എന്തുകൊണ്ട് അങ്ങനെ കാണുന്നു? സ്വഹാബത്ത്, പിൽക്കാല മഹാന്മാരെല്ലാം സുന്നത്തിനെ യാ അല്ലാഹ് ഇതൊരു സുന്നത്തല്ലേ എന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. നമ്മളോ അതൊരു സുന്നത്തല്ലേ എന്നുമാണ് ചിന്തിക്കുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അവർ ആ സുന്നത്ത് കൊണ്ടുവന്ന് തങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചു. ഉദാഹരണം പറഞ്ഞാൽ മഹാനായ ഇമാം ഷിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ഖാദിമിനോട് ഒരാൾ ചോദിച്ചു, ഷിബിലി ഇമാമിന്റെ വഫാത്തിന്റെ ഘട്ടത്തിൽ നിങ്ങൾ അടുത്തു ഉണ്ടായിരുന്നോ? യെസ്, ഉണ്ടായിരുന്നു. എന്തായിരുന്നു ലാസ്റ്റ് മൊമെന്റിലെ ഹാല്, ലാസ്റ്റ് അവസ്ഥ എന്തായിരുന്നു? അദ്കിയുടെ വ്യാഖ്യാനത്തിൽ നിന്നാണ് ഇത് വായിക്കുന്നത്. ആ ഖാദിമ് പറയുകയാണ്, എന്റെ ഉസ്താദിന് തീരെ വയ്യ, മരണത്തോടടുത്തു, നെറ്റിയിൽ നിന്ന് വിയർപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്. സ്വന്തമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഘട്ടം എത്തിയപ്പോൾ എന്നെ മാടി വിളിച്ചു. ഞാൻ വേഗത്തിൽ അവിടെ എത്തി. എനിക്ക് മനസ്സിലായി ഉസ്താദ് പറയുന്നത് ആക്ഷൻ കാണിച്ചുകൊണ്ട് ഒന്ന് വുളു എടുപ്പിക്കൂ എന്നതാണ്. അങ്ങനെ ഞാൻ മുങ്കൽ കഴുകി കൊടുത്തു, വായിൽ വെള്ളം കൊപ്പിളിച്ചു തുപ്പി. നെക്സ്റ്റ് ഇനി മുഖം കഴുകാണ് വേണ്ടത്. മുഖം കഴുകി കൈ കഴുകാൻ ഒരുങ്ങുമ്പോൾ എന്റെ കൈ പിടിച്ചു. അപ്പൊ എനിക്കൊന്ന് ചെറിയ പേടി വന്നു. എന്താ ഉസ്താദെ എന്ന അർത്ഥത്തിൽ ചോദിച്ചപ്പോ ഷിബിലി ഇമാം എന്ന എന്റെ ഷെയ്ഖ്, എന്റെ മഹാൻ പറയുകയാണ്, ഞാൻ ഇന്നേ വരെ എന്റെ താടി നീണ്ട വളർന്ന കാലം മുതൽ താടി ചിക്ക കെറ്റുക എന്നൊരു സുന്നത്തുണ്ട്. ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമം, വിരലുകളൊക്കെ ഇട്ടുകൊണ്ട് ഇന്നേ വരെ ഞാൻ ആ സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല. മോൻ അത് ഒഴിവാക്കിയിട്ട് കൈ കഴുകുകയാണെങ്കിൽ ഒളിപ്പിക്കേണ്ടതില്ല, അതുകൂടി എടുത്തിട്ടാണ് മോന് കൈ കഴുകി തരേണ്ടത് എന്ന്. ലാസ്റ്റ് മൊമെന്റിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ മഹബത്ത് വെക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ അറിയാം. നമുക്ക് എത്രത്തോളം അറിയാം? നമ്മൾ എന്താണ് ഇതുവരെയായിട്ട് പഠിച്ചിട്ടുള്ളത്? തങ്ങളെ കുറിച്ച് എന്ത് പഠിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്? മുതഅല്ലിമീങ്ങൾ കൂടുതലുള്ള ഈ സദസ്സിൽ കൂട്ടുകാരെ, സിയറിന്റെ ഗ്രന്ഥങ്ങൾ എത്ര ഇമാമികൾ എഴുതിയിട്ടുണ്ട്? സാധാരണക്കാരായ കൂട്ടുകാരെ, മുഅ്മിനാത്തുകളെ, എത്ര പുസ്തകങ്ങൾ നമുക്ക് മുന്നിലുണ്ട്? ഒതന്റിക്കായ ഇമാമിയങ്ങൾ, ഉസ്താദുമാരെ എഴുതി തന്ന എത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നിലുണ്ട്? യഥാർത്ഥത്തിൽ ഈ ദുനിയാവിലേക്ക് നമ്മൾ വന്നത് എന്തിനാണ്? ഈ ദുനിയാവിലേക്ക് വന്നത് അൽഫാമിന്റെ ടേസ്റ്റ് നോക്കാനല്ല, അച്ചാറിന്റെ രുചി തിരിച്ചറിയാനല്ല, യാസിന്റെ മധുര അറിയണം, മൗലിദിന്റെ ഒരു മധു നുകരണം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുമ്പോൾ ഖൽബ് നിറയണം. അതിന് നന്നായി പഠിക്കണം. പഠിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത്. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് എനിക്കിഷ്ടമല്ല എന്ന് പറയുന്ന എത്ര സംഭവങ്ങളുണ്ട്. തങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന എത്ര ചരിത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിയാം. സിയർ അലാമിൻ നുബലയിൽ കാണാം, തങ്ങളുടെ ഇഷ്ടത്തെ കുറിച്ച് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഹാഫിളു ദഹബി കാന യുഹിബ്ബുൽ ജബല ഉഹദ്, ഉഹദിന് ഇഷ്ടമാണ് തങ്ങൾക്ക്. അതുകൊണ്ട് മഹത്തുക്കൾ അത്വാ ഇബ്നു അബീ റബാഹ് തങ്ങളൊക്കെ ജബൽ ഉഹദ് എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു. അവർക്ക് നമുക്ക് അവരുടെയും മഹബത്ത് ചിലപ്പോ അളന്ന് തിട്ടപ്പെടുത്തുന്നിടത്ത് നമുക്ക് അബദ്ധം പറ്റും. അവർക്ക് വലിയൊരു ലോകാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തേൻ ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞ മഹത്തുക്കളുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രമേൽ ചാട്ടവാർ അടി കിട്ടിയ മഹാനാ. ആ അടി കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് പട്ടാളക്കാര് മഹാനവറുകളെ പിടികൂടാൻ വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് ഒരു ഗുഹയിൽ, ഒരു ഒളിത്താവളത്തിൽ താമസിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ പുറത്തേക്ക് വന്നു. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ചരിത്രമാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഇപ്പം വരെ പട്ടാളക്കാർ ഇവിടെ വന്നിട്ടേ ഉള്ളൂ, എന്തിനാണ് ഉസ്താദെ പുറത്തേക്ക് വന്നത്? ഉസ്താദ് ഇപ്പോൾ വന്നാൽ അവർ പിടിക്കും, ഉസ്താദ് ഉള്ളിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോ മഹാൻ പറഞ്ഞ എന്താ? 3 ദിവസമായില്ലേ? മുത്തുനബി തങ്ങൾ സൗർ ഗുഹയിൽ 3 ദിവസമല്ലേ നിന്നിട്ടുള്ളൂ. കൂടുതൽ നിൽക്കുമ്പോ അദബകേടാവുന്ന പേടിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. എനിക്ക് അവിടെ നിൽക്കാൻ കഴിയണില്ല. അവർ തങ്ങളെ പഠിച്ചത് കൊണ്ട് അവരുടെ ലോകം മാറുകയാണ്, അവരുടെ ഇഷ്ക് വർദ്ധിക്കുകയാണ്. ആ പിടികൂടലിലാണ് മഹാനവറുകൾക്ക് ആയിരക്കണക്കിന് ചാട്ടവാർ അടി കിട്ടിയത്. ഓരോ ദിവസവും 10, ഏറ്റവും ചുരുങ്ങിയത് അടി കിട്ടും അത്രേ. ഈ അടിച്ചയാള് പിന്നീട് നന്നായിട്ട് പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ
അടിക്കുന്നതിന് പകരം ഒരു ആനയെങ്ങാനുമാണ് ഞാൻ അടിച്ചതെങ്കിൽ മാത്ത ആന ചത്തുപോയിട്ടുണ്ടാവും. ഞാൻ അത്രയും ഊക്കിലാണ് അടിക്കല്. ചങ്ങലക്കിട്ടിട്ടാണ് അടി. ആ അടിക്കണ സമയത്ത് ചിലപ്പോ മഹാനവറുകൾ അടിയുടെ ഊക്കിൽ ഛർദിച്ചു പോകും. അടി കെട്ടിയിട്ട് ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കും, വെള്ളം എടുക്കട്ടെ? വേണ്ട വേണ്ട വേണ്ട, 2 അടിയും കൂടി ഇനി ബാക്കിയുള്ളൂ, 8 എണ്ണം കിട്ടി. എന്നാലും വെള്ളം വേണ്ട, എന്താ വെള്ളം എടുത്താല് സുന്നത്തോമ്പുണ്ട് മോനെ. ഇങ്ങനെയാണ് അവരുടെ ജീവിതം. നോക്കൂ, അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ അറിയാം. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ബോധം കെട്ട് വീഴുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ശിഷ്യന്മാർ ചോദിക്കും, എന്താ ഉസ്താദിന്റെ ബോധം പോയത്? അതിന് മഹാൻ പറയുന്ന മറുപടി, ഞാൻ തങ്ങളെ കുറിച്ച് പറയുമ്പോൾ തങ്ങൾ എന്റെ ഉള്ളിലേക്ക് കയറി, പിന്നെ അങ്ങ് പിടിച്ചേൽക്കാൻ കഴിയുന്നില്ല, എനിക്കാവുന്നില്ല, എനിക്ക് ഈ ലോകത്ത് പിന്നെ പിടിച്ചേൽക്കാൻ കഴിയുന്നില്ല. പഠിക്കണ്ടേ നമുക്ക് ആ നേതാവിനെ കുറിച്ച് അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കും. ഒരാൾക്ക് മറ്റൊരാളോട് മഹബ്ബത്ത് എപ്പോഴാണ് ഉണ്ടാവുക? ഒന്നുകിൽ അവർ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭംഗി, അവരുടെ സ്റ്റൈല്, വാക്കിലും പ്രവർത്തനത്തിലും ശരീരത്തിലുള്ള ഭംഗി. ഇത് രണ്ടുമായിരിക്കും മിക്കവാറും ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം കൂടാനുള്ള കാരണമാവുക. ഇത് രണ്ടും ഏറ്റവും അക്മലായ പരിപൂർണമായ രൂപത്തിൽ മേളിച്ച ആളാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരു തവണ ചോദിക്കുന്നുണ്ട്, നബിയെ ഒരു റിക്വസ്റ്റ്മെന്റ്. എന്താ ആയിഷു പറയൂ, എനിക്ക് തങ്ങളൊന്ന് ദുആ ചെയ്തു തരും. എന്താണ് ദുആ ചെയ്തു തരേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ആയിഷ മാ അലനതു വമാ അസ്റർതു, എന്റെ രഹസ്യം പരസ്യം, എന്റെ ചെറുത് വലുത്, ഇന്നേ വരെ സംഭവിച്ചത്, വരാനിരിക്കുന്ന കാലത്തെ ഇസ്മത്ത്, അല്ലെങ്കിൽ ഒരു ഹിഫ്ള്, ഇങ്ങനെയുള്ള ഒരു ജീവിതം, തെറ്റില്ലാത്തൊരു ജീവിതം, തെറ്റുകൾ പൊറുക്കുന്ന ഒരു ജീവിതം എനിക്കൊന്ന് തരുമോ? തങ്ങളൊന്ന് ദുആ ചെയ്തു വാങ്ങിത്തരോ? വാങ്ങാലോ, ദുആ ചെയ്തു തരാലോ. തങ്ങൾ ദുആ ചെയ്തു. എന്താ ദുആ ചെയ്യുന്നത്? എന്റെ ആയിഷയുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റും പുറത്ത്, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന മുഴുവൻ എന്തെങ്കിലും അബദ്ധമുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊടുത്ത് വരാനിരിക്കുന്ന കാലത്ത് നല്ലൊരു ജീവിതം എന്റെ ആയിഷുവിന് കൊടുക്കണേ. ചിരിച്ചു ആയിഷ ബീവി, ചിരിച്ച് വല്ലാതെ ചിരിച്ചിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, മഹദിയുടെ തല സ്വന്തം മടിയിലേക്ക് വീഴുമാറി ചിരിച്ചുപോയി. ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, വല്ലാത്ത ഹാപ്പിയാണല്ലോ, വല്ലാത്ത സന്തോഷാണല്ലോ, എന്താ മോളെ ഇങ്ങനെ ചിരിക്കണത്? എന്റെ ദുആ വല്ലാതെ സന്തോഷിപ്പിച്ചോ? എങ്ങനെ സന്തോഷിപ്പിക്കാതിരിക്കും നബിക്ക്? എങ്ങനെ സന്തോഷിക്കാതിരിക്കും നബിയെ? എന്റെ ജീവിതം ശുദ്ധിയാവുമല്ലേ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇതുപോലെ എന്റെ ഉമ്മത്തിന് എല്ലാ നിസ്കാരത്തിലും ഞാൻ ദ്വാരക്കാറുണ്ട്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി ദ്വാരം തന്ന നേതാവാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആരെങ്കിലും ഉണ്ടാവോ ലോകത്ത്? ആയിഷ ബീവി ഒരിക്കൽ കിടപ്പറയിൽ തങ്ങളെ കാണാനില്ല. തൊട്ടപ്പുറത്ത് പോയി നോക്കുമ്പോ തങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാം. എന്താണ് ഇങ്ങനെ ഒരു അനിതര സാധാരണമായിട്ടുള്ള നീണ്ട നിസ്കാരം? എന്താണ് ദുആ? ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ നൃത്തത്തിലും റുക്കൂഇലും സുജൂദിലും അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമ്മത്തി എന്ന് ദുആ ചെയ്യാം. ആയിഷ ബീവി അറിയാതെ ചോദിച്ചു പോയി, അല്ല നബിയെ, ഉമ്മത്തിനെ കിട്ടുമ്പോഴൊക്കെ തങ്ങൾക്ക് ഖുർആനൊക്കെ മറന്നുപോയോ? നിസ്കാരം കഴിഞ്ഞ ഉടനെ തങ്ങളുടെ മറുപടി, എന്റെ ഉമ്മത്തിന് വേണ്ടി തന്നെയല്ലേ ഞാൻ ദുനിയാവിൽ ജീവിക്കണത്, ഖബറിലെത്തിയാലും അങ്ങനെ തന്നെയല്ലേ, പരലോകത്തും അങ്ങനെ തന്നെയല്ലേ. ഇങ്ങനെ നമുക്ക് വേണ്ടി എല്ലാ ഘട്ടങ്ങളിലും നമ്മെ സ്നേഹിച്ച, നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച മുത്ത് റസൂൽ തങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ? ലോകത്ത് തങ്ങൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഘട്ടം ഏതാ? ഒരു മനുഷ്യന് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുക? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് സ്വർഗത്തിലെത്തുമ്പോഴായിരിക്കും. സ്വർഗത്തിലെത്തിയാൽ ദുനിയാവിലെ മുഴുവൻ വിഷമങ്ങളും മറന്നു. ഇവിടുന്ന് ഒരാൾ, അയാളുടെ 8 കുട്ടികൾ എന്തോ ഒരു അപൂർവ അസുഖമായിട്ട് മരണപ്പെട്ടു. അയാളുടെ ഭാര്യക്ക് അർബുദം വന്ന് മരിച്ചു. അയാളും ആക്സിഡന്റിൽ അങ്ങ് മരിച്ചുപോയി. അയാളെങ്ങാനും 1 സെക്കൻഡ് സ്വർഗത്തിലെത്തിയാൽ അള്ളാഹു ചോദിക്കുമത്രേ, സ്വഹീഹ് മുസ്ലിമിന്റെ ഇന്റർപ്രിട്ടേഷനായി പറയണത്, നിനക്ക് ദുനിയാവിൽ വല്ല വിഷമം ഉണ്ടായിനോ എന്ന് ദുരന്തങ്ങൾ പേര് നടന്ന ആളോട് ചോദിച്ചാൽ അയാൾ പറയത്രേ, എനിക്കൊരു വിഷമം ഉണ്ടായില്ല. വെറുതെ പറയില്ല, ഓർത്തു നോക്കൂ, ഇല്ലെന്നേ, ഒരു വിഷമം ഉണ്ടായില്ല. സ്വർഗത്തിലെ 1 സെക്കൻഡ് സുഖം അനുഭവിക്കുമ്പോഴേക്ക് ദുനിയാവ് മൊത്തം മറന്നു പോകും. അത്രയും വലിയ സുഖമാണ് സ്വർഗം. എന്നാൽ സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. അതെപ്പോഴാ? അള്ളാഹു കാണുമ്പോഴാണ് സ്വർഗം മറന്നു. അതാണ് മഹത്തുക്കൾ പറയുന്നുണ്ട് ഹദീസിന്റെ വിശദീകരണത്തിൽ, സ്വർഗത്തിൽ സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ മന്ദബുദ്ധികളായിരിക്കും. നമുക്ക് അവരെ കുറിച്ച് വലിയ ബുദ്ധിയില്ലാത്തവരായിട്ടാണ് തോന്നുന്നത്. ആ ഔലിയാക്കളാണ് അവർ പരലോകത്ത് സ്വർഗത്തിലെത്തിയാല് അവർക്ക് മലക്കള് ഗ്രേപ്സിന്റെ ജ്യൂസ്, എന്ത് ഗ്രേപ്സ്, അനാർ, എന്താണ് വാട്ടർമെലൺ, എന്ത് വാട്ടർമെലൺ,
രമ്യഹർമ്മങ്ങൾ, കെട്ടിടങ്ങൾ, എന്ത് കെട്ട്, AC അറ്റാച്ച്, എന്ത്, ഓ ഇതൊന്നും പറ്റൂല. എന്നാ ഇതാ സ്വർഗത്തിലെ തരുണീമണികൾ, ഹൂറുൽ ഉയ്ൻ, എന്ത് ഹൂറുൽ ഉയ്ൻ. പിന്നെ എന്താ നിങ്ങൾക്ക് വേണ്ടത്? എനിക്ക് എന്റെ അള്ളനെ വേണം. അതാണ് സ്വർഗം തന്നെ മറന്നു പോകുന്ന ഒരു ഘട്ടമാണ് അള്ളാഹുവിനെ കാണുന്ന ഘട്ടം. ഇങ്ങനെ ദുനിയാവിൽ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. അങ്ങനെ കണ്ട ഉടനെ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, സർവ്വ സന്തോഷവും പുകളുകളും അഭിവാദ്യങ്ങളും എന്റെ പ്രിയപ്പെട്ട റബ്ബിന്. തിരിച്ച് തങ്ങൾക്കൊരു മറുപടി, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, നബിയേ എന്റെ പ്രിയപ്പെട്ട നബിക്കാണ് സലാം എന്ന് പറഞ്ഞപ്പോ ആ ഏറ്റവും ദുനിയാവും സ്വർഗവും മറന്നു പോകുന്ന ഘട്ടം എത്തിയപ്പോഴും തങ്ങൾ എന്താ പറഞ്ഞത്? വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എന്റെ പാവങ്ങളുണ്ട് ദുനിയാവിൽ, അവർക്ക് കൂടി ഒന്ന് തരാവോ? നമ്മൾ ഓർത്തെടുത്തു. ഏറ്റവും സന്തോഷമുള്ള ഘട്ടത്തിൽ, തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വിഷമുണ്ടായ ഘട്ടം ഏതാ? അത് നമുക്കൊന്ന് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ വിഷമിപ്പിച്ച ഒരു ഘട്ടം ഉണ്ടായിരുന്നത്, വഹിയൊക്കെ ഇറങ്ങാൻ തുടങ്ങി, പെട്ടെന്ന് വഹി നിലച്ചു പോയൊരു ഘട്ടം ഉണ്ടായിരുന്നു. മക്കക്കാഫിരിങ്ങൾ ആ സമയത്ത് ട്രോളാൻ നന്നായി അവസരം ഉപയോഗിച്ചിരുന്നു. മുഹമ്മദിനെ റബ്ബ് വിട്ടു, പിണങ്ങി, നുബുവത്തിന്റെ പോസ്റ്റ് ഡിലീറ്റ് ആക്കി, എല്ലാം ഒഴിവാക്കി. തങ്ങൾ വല്ലാതെ വിഷമിച്ചു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ തങ്ങൾ ഇടയ്ക്കിടെ വഹീന്റെ റൂട്ടാകുന്ന ആകാശ ലോകത്തേക്ക് നോക്കും, വരുന്നുണ്ടോ ജിബ്രീൽ വഹീം കൊണ്ട്. 16 15 വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അത്രയും ദിവസം വഹി ഇല്ലാതായി. ആ സമയത്താണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലുഹ, പ്രശോഭിതമായ തങ്ങളുടെ മുഖം തന്നെ സത്യം, വല്ലൈലി ഇദാ സജ, തങ്ങളുടെ ആ ഷഅർ മുബാറക്ക് തന്നെ സത്യം. മാ വദ്ദഅക റബ്ബുക, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്ക് തങ്ങൾക്ക് വിഷമം. എന്തിന്? മാ വദ്ദഅക റബ്ബുക, തങ്ങളുടെ റബ്ബ് തങ്ങളെ വിട്ടിട്ടില്ല. വമാ ഖല, പിണങ്ങിയിട്ടുമില്ല. അങ്ങനെ പറഞ്ഞ് എങ്ങനെയെങ്കിലും തങ്ങൾ അള്ളാഹുവിനെ സന്തോഷിപ്പിക്കണം. വലസൗഫ യുഅ്തീക റബ്ബുക, തങ്ങളെ റബ്ബ് അള്ളാഹു തങ്ങൾക്ക് വേണ്ടതെല്ലാം തന്ന് അവസാനം ഫതർല, തങ്ങൾ എന്നെ പറയും, എനിക്ക് മതി, എത്രയാ തരുന്ന റബ്ബേ, ഇത് എത്രയാ തരുന്നത്? അങ്ങനെ തങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണവരെ ഞാൻ തരും എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ ആ അവസരത്തിൽ എന്താ പറഞ്ഞറിയാം? എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയാവില്ല കേട്ടോ. ആ സമയം നമ്മളെ ഈ ഉമ്മത്തിന് ഇത്രമേൽ ഓർത്തെടുത്ത വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ആ തങ്ങളെ നമ്മൾ പഠിക്കണം. ഈ റബീഉൽ അവ്വൽ തീരുമ്പോഴേക്ക് സുബുലുൽ ഹുദ വർ റഷാദ് വായിച്ച് ഓതി തീർക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലയാള 2 പുസ്തകങ്ങൾ വായിച്ച് ഓതി തീർക്കണം. തങ്ങളെ കുറിച്ച് പഠിക്കണം നമ്മൾ. പിന്നെന്താ അനുയായികളും. അതിനാണ് ഈ റബീഉൽ അവ്വലിനെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ മൂന്നാമതായി അയാൾക്കുണ്ടാവുന്ന ഒരു പവർ എന്താ? മൂന്നാമതായി അയാൾക്കുണ്ടാവുന്നത് അൽ വിസ്വാൽ, തങ്ങളുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ കോണ്ടാക്ട് ആണ്. ഈ വിസ്വാലിന് സ്പെഷ്യൽ കോണ്ടാക്ട് എന്നൊന്നും അർത്ഥം വെച്ചാലൊന്നും അർത്ഥമാവില്ല. പിന്നെന്ത് പറയാൻ? അത്രയും നല്ല ബന്ധം ഉണ്ടാവും. എന്താണ് ആ ബന്ധം? സയ്യിദുന അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഫിഖ്ഹിന്റെ അത്യാവശ്യം ഫിഖ്ഹൊക്കെ അറിയുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്നുണ്ട്, സ്വപ്നത്തിലെങ്കിലും കാണണം എന്ന് പൂതിയുണ്ട്. എങ്ങനെയെങ്കിലും ഉസ്താദ് ഒന്ന്. ആത്മാർത്ഥമായിട്ടാണോ പറയണം? യെസ്. ഷുവറല്ലേ? ആത്മാർത്ഥത ഉണ്ടോ? വെറുതെ പറയണല്ലോ, ഏതെങ്കിലും ഒരു സ്പാർക്കിലല്ലോ, അല്ലല്ല. ആത്മാർത്ഥമായിട്ടാണോ പറയണത്? അതെ, ആത്മാർത്ഥമാണ്. എങ്കിലും ഒരു കാര്യം ചെയ്യും, നിന്റെ വീട്ടിലേക്ക് കയറുന്ന 3 സ്റ്റെപ്പില്ലേ, അതിന്റെ ഇടതുവശത്ത് കുഴിച്ചിട്ടിരിക്കുന്ന മണ്ണിനടിയിൽ ഹൈഡ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന 300 സ്വർണ്ണ നാണയമില്ലേ, അതിലൊരു 100 സ്വർണ്ണ നാണയം പാവപ്പെട്ടവർക്ക് സദഖ ചെയ്യും, ഞങ്ങളെ കാണാം. ഈ പണ്ഡിതൻ പറഞ്ഞു, അത് സദഖ ചെയ്യാ, പ്രശ്നമില്ല. അവിടെ വെച്ചു ഉസ്താദിനോട് ആര് പറഞ്ഞു? അപ്പൊ അബൂ യസീദ് തങ്ങളുടെ മറുപടി, നിങ്ങൾ ആരെയാണോ സ്വപ്നത്തിൽ കാണാൻ പൂതി വെച്ചേക്കണത്, തങ്ങൾ ഇപ്പൊ മെസ്സേജ് വിട്ടതാണ് അൽ വിസ്വാൽ. ഇതിനാണ് വിസ്വാൽ എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെയാണ്, അത്രയും തങ്ങളോട് ബന്ധമാണ്. അൽഹാവിലിൽ ഫത്താവിൽ ഉണ്ടല്ലോ, ഒരാളിങ്ങനെ ഒരു ഹദീസ് പറഞ്ഞപ്പോ ഹദീസ് കേൾക്കുന്ന ഒരു പണ്ഡിതൻ പറഞ്ഞു, തങ്ങൾ അങ്ങനെ ഹദീസ് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾ പറഞ്ഞതിൽ അബദ്ധം ഉണ്ടല്ലോ. അപ്പൊ ഇയാള് ചൂടായി, നിങ്ങളോട് ആരാ പറഞ്ഞ? ഞാൻ പറഞ്ഞ ഹദീസ് തെറ്റാണ്. ആരാണെന്നോ? തല ഉയർത്തി നോക്കൂ, അതാ തങ്ങളതാ മുകളിൽ വന്ന് ഇരുന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ട്. അവർക്ക് അൽ വിസ്വാൽ ആണ്. അവർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും തങ്ങൾ ഉണ്ടാവും അവിടെ. ആ തങ്ങൾ ഇപ്പോഴും റൗദയിലില്ലേ? ഉണ്ട്. നമുക്ക് ബന്ധം വേണ്ടേ? വേണം. അതിന് പഠിക്കണം, നന്നായി പഠിക്കണം. പഠിച്ച് തങ്ങളോട് അത്രയും നല്ല ബന്ധം ഉണ്ടാക്കിയെടുക്കണം. മനസ്സറിഞ്ഞ ഹബ്ബ് നമുക്ക് ഉണ്ടാവണം.
ആരെയും ബോധിപ്പിക്കാനല്ല നമ്മുടെ മഹബത്ത് ഉണ്ടാവേണ്ടത്. ഇനിയുള്ള കാലത്ത് മഹബത്ത് വെക്കണമെന്ന് വയല് ആവശ്യമില്ലാത്ത വണ്ണം മഹബത്ത് എല്ലാവരിലും ഉണ്ട്. പക്ഷെ എങ്ങനെ വെക്കണം എന്ന് പറയണം. നമ്മൾ ആരെയും ബോധിപ്പിക്കാനല്ല നമ്മുടെ മഹബത്ത് ഉണ്ടാവേണ്ടത്. സ്റ്റാറ്റസിലല്ല, ഇൻസ്റ്റഗ്രാമിലല്ല, ഹൃത്തടങ്ങളിൽ ഉണ്ടാവും. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്തെങ്ങാനും ജീവിച്ചെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിന് 2 ആംഗിൾ ഉണ്ട്. ഒന്ന്, ആ ആഗ്രഹം ആത്മാർത്ഥതയുള്ള ആഗ്രഹമാണെങ്കിൽ അത് മഹബത്തിന്റെ അലാമത്താണെന്ന് മഹത്തുക്കൾ പറയുന്നു. ബുഖാരിയുടെ വ്യാഖ്യാനങ്ങളിൽ തന്നെ കാണാവുന്നത്. അതേസമയം വെറുതെ ഒരു ആഗ്രഹം, എന്ത്, ഞാൻ തങ്ങളുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാനും സ്വഹാബി ആവുമായിരുന്നല്ലോ എന്നൊരു ജസ്റ്റ് ഒരു ആഗ്രഹം മാത്രമാണെങ്കിൽ അത് പ്രശ്നമാണ്. അത് സ്വഹാബത്തിനെ ചെറുതാക്കലൂടെയാണ്. കാരണം സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിച്ചോണ്ട് സ്വഹാബിയായി, നമ്മളും ഉണ്ടെങ്കിൽ സിദ്ദീഖുല്ലാഹിനോ ഉമറുല്ലാഹിനോ അങ്ങനെ പോകുന്നതാണ് അതിൻ്റെ ഒരു അർത്ഥം വരിക. അത് സ്വഹാബത്തിനെ ചെറുതാക്കലാണെന്ന് മഹത്തുക്കൾ പറയും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. ഒരു രാജാവിനെ വഫാത്തിന് ശേഷം സ്വപ്നം കണ്ടപ്പോ എന്തുണ്ട് ഹാല് എന്ന് ചോദിച്ചപ്പോ പറയണ്ടല്ലോ, എന്റെ സൈന്യത്തെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്ന ഘട്ടത്തിൽ എനിക്ക് എന്റെ സൈന്യത്തിന്റെ എണ്ണം ഫലം കണ്ടപ്പോ ഒരു സന്തോഷം തോന്നി. എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഈ സൈന്യത്തെ കൂട്ടിയിട്ട് തങ്ങളുമായിട്ട് ഏതെങ്കിലും പിന്നെ ഒരു കരാറാക്കിയിട്ട് തങ്ങളുടെ ഏതെങ്കിലും ഒരു സമരത്തിൽ മുന്നേറ്റത്തിൽ കൂടെ ചേർന്ന് കൊടുത്തിനെങ്കിൽ തങ്ങൾക്ക് എത്ര ഹെൽപ്പ് ആവുമായിരുന്നു എന്ന് ചിന്തിച്ചു. അക്കാരണം കൊണ്ട് മാത്രം മൂപ്പർക്ക് അല്ലാഹു സ്വർഗം കൊടുത്തു. അത് ആത്മാർത്ഥതയുള്ള ഒരു ആഗ്രഹമാണ്. അതാണ് അതിന്റെ ഒരു യഥാർത്ഥ ആംഗിൾ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്താണ് ജീവിച്ചെങ്കിൽ എന്ന് പൂതി പറഞ്ഞല്ലോ. യെസ്, അങ്ങനെ ജീവിച്ചെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? മൂപ്പരുടെ മറുപടി ശർഹു ശമാഇലിലുണ്ട്. 2 കാര്യം. ഒന്ന്, ഞാൻ ഏതായാലും വിശ്വസിക്കും, സ്വഹാബി ആവാനുള്ള ശ്രമം ഉണ്ടാവും. രണ്ടാമത് എന്താ, തങ്ങളുടെ നെറ്റിത്തടത്തിൽ 2 കണ്ണിന്റെ ഇടയിൽ ഒരു മുത്തം, ഒരു ചുംബനം കൊടുക്കും. അതെന്റെ ഒരു പൂതിയാണ്. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അവരോട് പറഞ്ഞത്രേ, നിങ്ങളുടെ മഹബത്ത് ഖൽബിൽ നിന്നുള്ള മഹബത്താണ്. മഹബത്ത് ഖൽബിൽ നിന്ന് ഉണ്ടെങ്കിൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, പിന്നെ അവരുടെ ശരീരം നരകത്തിന് ഹറാമാണ്. നമ്മുടെ മഹബത്ത് അള്ളാഹു അങ്ങനെ ആക്കി തെരുമാറാവട്ടെ. റബീഉൽ അവ്വലിൽ ഒതുങ്ങരുത്, 12-ൽ ഡേറ്റ് തീരരുത്, നീണ്ടു നിൽക്കണം. എല്ലാ കാലത്തും നമുക്ക് മഹബത്ത് ഉണ്ടാവണം. ആ മഹബത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവണം. ആരെയും ബോധിപ്പിക്കാനൊന്നും നമ്മൾ മഹബത്താവരുത്.